Hello, my dear students. This class we are discussing about the central bank and economic growth. What is the role of a central bank to play in economic growth of a country? ഓക്കെ, എന്താണ് സെൻട്രൽ ബാങ്കിൻ്റെ റോള് ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി? നമുക്കതിൽ അഞ്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. സെൻട്രൽ ബാങ്ക് ഇനീഷ്യേറ്റ്സ് ദി സ്റ്റെപ്പ് ടു സ്പ്രെഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ അൺബാങ്ക്ഡ് റൂറൽ ഏരിയ ഓഫ് എ കൺട്രി. അതായത് സെൻട്രൽ ബാങ്ക് ടേക്ക് നെസസറി സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇനീഷ്യേഷൻ എന്തിനാണ്? ടു അൺബ്രാക്കറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പറയാം, അതായത് ഈ ബാങ്കിങ് സെക്ടറിലേക്ക് വരാത്ത അല്ലെങ്കിൽ ബാങ്കിങ് ഹാബിറ്റ്സ് ഇല്ലാത്ത റൂറൽ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ബാങ്കിങ് ഹാബിറ്റ്സ് ഇല്ലാത്ത റൂറൽ ഏരിയയിലേക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് ടേക്ക് ദി ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ദെൻ സെൻട്രൽ ബാങ്ക് undertakes the measures. എന്ത് മെഷേഴ്സ് അണ്ടർടേക്കുന്നുണ്ട്? ടു സ്ട്രെങ്തൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ബാങ്കിനുണ്ട്. സോ ഇറ്റ്സ് ലീഡ്സ് ടു ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ദെൻ തേർഡ് വൺ, ഗവൺമെൻറ്റിനെ ക്രൂഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ക്രൂഷ്യൽ ഇക്കണോമിക് മാറ്റേഴ്സിനെ നെസസറി അഡ്വൈസ് കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കാണ്. ഓക്കെ, ഫോർത്ത് വൺ, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടേക്ക് ദി ആക്ടിവിറ്റീസ് ബാക്ക്വേർഡ് ഏരിയാസിലെ എന്താ പറയുക, അവരുടെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് ടേക്ക് ദി ലോട്ട്സ് ഓഫ് മെഷേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ, അതായത് ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 5 ഫങ്ഷനിലൂടെ സെൻട്രൽ ബാങ്ക് ഓൾസോ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. നമുക്കറിയാം ബാങ്കുകൾ എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക. റോൾ ഓഫ് എ ബാങ്ക് ഇൻ എക്കണോമിക് ഗ്രോത്തിനെ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ എത്ര പേര് ഒരു 10-13 പോയിൻ്റായിട്ട് പഠിച്ചില്ലേ? 18 പോയിൻ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊന്നും ആലോചിച്ച് നോക്കിക്കൂ. റോൾ ഓഫ് എ ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അത് ക്യാപിറ്റൽ formation, implementing monetary policy, region development, stimulate or influence economic activity, trade development, agriculture development, industry development, development of foreign trade, transfer of money, more production, development of transport and communication, safe custody, construction of house, increase employment, assistance to government, encourage to entrepreneurs, export promotion councils and economic prosperity. അപ്പോൾ ബാങ്കിൻ്റെ റോള്, സെൻട്രൽ ബാങ്കും ഈ റോളിലേക്ക് തന്നെ ചെയ്യണത്. ഓക്കെ, ഈ റോളുകളെ സമ്മപ്പ് ചെയ്ത് പറയണമെന്ന് മാത്രം, ഓരോ റോളുകളും നമ്മൾ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. നമ്മൾ ഞാൻ ഇപ്പോൾ ഇന്നെടുക്കുന്നത് 48ാമത്തെ പേജിൽ ഉള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക, അത് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. സെൻട്രൽ ബാങ്കിൻ്റെ റോൾ എന്താണ്, സെൻട്രൽ ബാങ്ക് ഇക്കണോമിക് ഗ്രോത്തിന് എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തതും കൂടി ഇതിലൂടെ പഠിക്കുക. ഇതിൽ വളരെ ഷോർട്ട് ക്ലാസ് ആയിപ്പോൾ. സെൻട്രൽ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമുക്കറിയാം. അതിൻ്റെ സ്ട്രക്ചർ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ, സ്റ്റാറ്റസ് വെച്ച് പറയുകയാണെങ്കിൽ, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്കാണ്. എന്താ പറയുക, മുത്തശ്ശനാണ്, ബാങ്കുകളുടെ മുത്തശ്ശനാണ് സെൻട്രൽ ബാങ്ക്. അത് അപ്പെക്സ് ബാങ്കിൻ്റെ ബാങ്കിങ് സ്ട്രക്ചറിൽ ആദ്യം വരുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് വെച്ചാൽ ഒരു ബാങ്ക്, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ബാങ്കിൻ്റെ ബാങ്കിങ് സ്ട്രക്ചറിലെ ഒരു ബാങ്ക് മാത്രം. കൊമേഴ്സിൻ്റെ ഉദ്ദേശം എന്താ? മേക്കിംഗ് പ്രോഫിറ്റാണ്. സെൻട്രൽ ബാങ്കിൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, അവർക്ക് എന്താണ്? ഇക്കണോമിക് ഗ്രോത്താണ്. മറ്റൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഇക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്നതിൽ മെയിനായിട്ട് അവർ റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് മേക്കിങ്ങിനാണ്. അതിനാണല്ലോ, ആലോചിച്ച് നോക്കൂ, നമ്മൾ ലോൺ എടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ റേറ്റ് കൂടുതലായിരിക്കും, എന്നാൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് റേറ്റ് കുറവായിരിക്കും. ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓണർഷിപ്പ്, സെൻട്രൽ ബാങ്കിൻ്റെ ഓണർ ആരാ? സെൻട്രൽ ഗവൺമെൻറ് ഓണർ ആരാ? ഗവൺമെൻറ്. കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടാവാം, പബ്ലിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടാവാം. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് വേറൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? കോമ്പറ്റീറ്ററാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് ആരും കൊമേഴ്ഷ്യൽ ബാങ്കിൽ യാതൊരു കോമ്പറ്റീഷനും ഇല്ല. പബ്ലിക്കിനെ ഡീൽ ചെയ്യുന്നത് ആരാ?
ആരെ പബ്ലിക്കിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഡയറക്റ്റായിട്ട് മാത്രമാണ് സെൻട്രൽ ബാങ്ക് വരുന്നുള്ളൂ. അതുപോലെ ഈ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് വേറെ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോ കൺട്രോൾ ഓവർ സെൻട്രൽ ബാങ്ക്. എന്നാൽ സെൻട്രൽ ബാങ്കിനെ കൊമേഴ്ഷ്യൽ ബാങ്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോട്ട് ആർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും? സെൻട്രൽ ബാങ്കിന് മാത്രമാണ്. നോ അതോറിറ്റി ടു ഇഷ്യൂ നോട്ട്സ്. നോട്ട് ഇഷ്യൂ ചെയ്യാൻ ആർക്ക് അതോറിറ്റി ഇല്ല? കൊമേഴ്ഷ്യൽ ബാങ്കിന് അതോറിറ്റി ഇല്ല. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഗോൾഡും സിൽവറൊക്കെ വാങ്ങിക്കുന്ന ആരുടെയാണ്? പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ. കൺട്രിയുടെ ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ചും കസ്റ്റേഡിയൻ ആരാണ്? കസ്റ്റേഡിയൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. ഗവൺമെൻറ് ബാങ്ക് ആരാ? ഗവൺമെൻറ് ബാങ്ക് സെൻട്രൽ ബാങ്ക്. പബ്ലിക്കിൻ്റെ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും ആർക്കില്ല, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനില്ല. എന്നാൽ അങ്ങനത്തെ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? സെൻട്രൽ ബാങ്കിന്. ഇങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സെൻട്രൽ ബാങ്കിന് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇത് രണ്ടും പഠിക്കുക. ക്ലാസ്സസൊക്കെ ശ്രദ്ധിക്കുക. 48 പേജ് നമ്പർ 49 പേജ് നമ്പർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.